അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബനു ഇസ്രായേൽ പെട്ടതായ ഒരു കൂട്ടം ആളുമാർ അങ്ങ് ഔത്തിൽ നിന്ന് പുറപ്പെട്ടാർ. എന്നിട്ട് ഒരു ഖബർസ്ഥാനിലേക്ക് അങ്ങ് പോയാർ. ഫഖാലു, എന്നിട്ട് ചെന്നാർ, ലൗ സ്വല്ലൈന സുമ്മ ദഅൗന റബ്ബന ഹത്താ യഖ്റുജ അല്ലാഹു ലനാ ബഅദൽ മൗത ഫയുഖ്ബിറുനാ അനിൽ മൗതി ഫഫഅലു ദാലിക. അങ്ങ് പരസ്പരം പൽക്ക പറഞ്ഞ് ചെന്നാർ, ഞങ്ങ ഇവിടെ വെച്ചിട്ട് അള്ളാഹുവായിട്ട് നിസ്കരിക്കുക, ഇബാദത്തെടുക്കുക, എന്നിട്ട് റബ്ബോട്ട് ഞങ്ങൾ ദ്വാരക്കുക. എന്നിട്ട് ദ്വാരക്കടെ പഠിച്ചവനെ അള്ളാഹു ഞങ്ങൾക്ക് വേനായിട്ട് ഒരാളുടെ ഈ ഖബർസ്ഥാനിൽ പെട്ട ഒരാളുടെ ഞങ്ങൾക്ക് വേനായിട്ട് അള്ളാഹു പുറപ്പെടുത്തി തരണം. എന്നിട്ട് മൗത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഹക്കീക്കത്തെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണം. മരണത്തിന് എന്തരെ, ആ മരണത്തിൽ ഉണ്ടാവുന്നതായ സംഭവം എന്തരെ, അതിലനുഭവം എന്തിനിട്ട് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണം. ആ നിലയ്ക്ക് ഒരാളുടെ ഇത്ര ഈ മരണപ്പെട്ട് കിടക്കുന്നതായ ഇത്ര ആത്മാനിട്ട് ഒരാളുടെ ഞങ്ങൾക്ക് ആ വിഷയത്തോട് മാഹിതി തറകായിട്ട് അള്ളാഹുട്ട് ഞങ്ങൾ ദ്വാരക്കുവാണ്ട് ചെന്നിട്ട് അങ്ങ് ചെന്നാർ. അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ട് അങ്ങെല്ലാവരും അള്ളാഹുട്ട സുമ്മ ദഅഉ റബ്ബഹും അള്ളാഹുട്ട നിരന്തരമായിട്ട് ദ്വാരന്നാർ. എന്തൊരു ദ്വാരനെ പഠിച്ചവനെ ഈ കബറാളികളിൽ നിന്നിട്ട് ഒരാളെ ഞങ്ങൾക്ക് പുറപ്പെടുത്തിട്ട് അയാൾ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള അനുഭവം ഞങ്ങൾക്ക് ചെന്ന് തരണം. അതെന്ത് ചെയ്തെന്നാൽ ഈമാനൊന്ന് വരച്ച് കിട്ടും, ഞങ്ങൾക്ക് മരണത്തെ സംബന്ധിച്ചിട്ട് ഒരു പേടി ഉണ്ടാവുകയായിട്ട്. ഫബൈനാഹും കദാലിക ഇദാ റജുലുൻ ഖദ് ഇത്തലഅ റഅസഹു മിൻ ഖബ്രിഹി വഹുവ അസ്വദു ഖലാ ശൈബൻ. അങ്ങനെ നിരന്തരമായിട്ട് അള്ളാഹുയുടെ ദ്വാരക്കടെ ഇടയിലായിട്ട് പെട്ടെന്നായിട്ട് ഒരു ഖബറിൽ നിന്നിട്ട് ഖബർ പിളർപ്പായിട്ട് രണ്ട് ഭാഗമായിട്ട് അതിൽ നിന്നിട്ട് ഒരാൾ തല ഇങ്ങനെ എക്കുപാടിത്ത്, അയാൾ ഒരു കറുത്ത വ്യക്തിയായിട്ട് അയാളുടെ മുടി പിന്നെ കൊറിയ ബെൽത്തതും കൊറിയ കറുത്തതായിട്ട് ബയാദു റഅസിഹി യുഖാലിത്തു സവാദഹു. അപ്പോൾ കറുപ്പും വെളുപ്പും മിക്സായ ഒരു വ്യക്തി, അപ്പോൾ മധ്യവയസ്കനായ ഒരു വ്യക്തിയായിരിക്കണം അയാൾ, കറുത്ത വ്യക്തിയായിട്ടുണ്ട്. എന്നിട്ട് അയാൾ തല ഉയർത്തിട്ട് ചെന്ന്, യാ ഹൗലായി മാ അറത്തും, ഓ മനുഷ്യന്മാരെ നിങ്ങൾ എന്തിനാ ഉദ്ദേശിക്കണേ? ഫവല്ലാഹി ലഖദ് മിത്തു മുൻദു 90 സന ഫമാ ദഹബത്ത് മിറാറത്തുൽ മൗതി മിന്നി ഹത്താ കഅന്നഹുൽ ആൻ. ഓ മനുഷ്യന്മാരെ, ഞാൻ മരിച്ചിട്ട് 90 വർഷമായിട്ട്, ഈ 90 വർഷത്തിൽ എൻ്റെ മരണത്തെ വേദന ഇത്രത്തോളം അതെന്തായിട്ടില്ല, നീങ്ങിക്കിട്ടിട്ടില്ല. പണ്ട് ഞാൻ മരണപ്പെട്ടപ്പോൾ ഉണ്ടായതായ മൗത്ര വേദന ഉണ്ടല്ലോ, അത് ഇത്രത്തോളം എനിക്ക് നീങ്ങിക്കിട്ടിട്ടില്ല. ഹത്താ കഅന്നഹുൽ ആൻ, അതിപ്പം മരണം ഇപ്പം സംഭവിച്ചപ്പോഴുണ്ട്, അത്രത്തോളം എനിക്ക് നൊമ്പലായിട്ടുണ്ടു. മരണ സംഭവിച്ചതായ ആ നൊമ്പല ഇപ്പോൾ തോല് നക്കുണ്ട്. അതുകൊണ്ട് ഫദഉല്ലാഹ അൻ യുഈദനി കമാ കുന്ത്, നിങ്ങൾ എൻ്റെ പണ്ടത്തെ പോലെ ഞാൻ മരിച്ച പോലെ എൻ്റെ മടക്കുക അല്ലാഹുവിൻ്റെ ദ്വാരക്കോർ. കാരണം എന്തെങ്കിലും പിന്നൊക്കെ ഞാൻ ഹയാത്തായിട്ട് ഞാൻ നിങ്ങളോട്ട് ജീവിച്ചിട്ട് പാടെ മരിക്കടതായ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ പിന്നെയും പാടെടുക്കാൻ മരണത്തെ രുചി നക്ക് നോക്കേണ്ടി വേണ്ട. അപ്പോൾ ആ വേദന നക്ക് സഹിക്കുക സാധ്യമല്ല. ഇപ്പോൾ ഒരു മരിപ്പ് മരിച്ചിട്ട് 90 വർഷമായിട്ടും ഇത്രത്തോളം അതിലെ നൊമ്പറ നക്ക് നീങ്ങിക്കിട്ടിട്ടില്ല ചെന്നിട്ട് അയാൾ ഇങ്ങോട്ട് ചെന്നു. വക്കാന ബൈന ഐനൈഹി അസറു സുജൂദ്, അയാളോട് ചില്ലറക്കാരനല്ല, അയാളോട് സാധാരണ വ്യക്തിയല്ല, അയാളുടെ രണ്ട് കണ്ണട ഇടയിൽ സുജൂദര കലയും തീർന്നെങ്കിൽ നെറ്റിൽ സുജൂദര കല കണ്ടെത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും. അപ്പോൾ നല്ലൊരു ആബിദായ വ്യക്തിയായിട്ടുണ്ട്. പക്ഷേ മരണത്തെ വേദന അയാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ട്. അപ്പോൾ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ജീവികളും മരണത്തെ രുചി നോക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ചെന്നത്. എങ്കിൽ ഈ മരണ ചെല്ലത് സാധാരണത്തെ ഒരു സംഭവമല്ല, വല്ലാത്ത നൊമ്പല അത് കൊണ്ടുമുട്ടും. ഇതിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കരുത്. അതുകൊണ്ടായിരിക്കരുത് ഞങ്ങളെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത്. ആയിഷ മരണ സന്ദർഭത്തിൽ
ആയിഷ ബീവിയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് വളക്കായിട്ടേക്ക് അപ്പോൾ ആയിഷ ഈ മരണത്തിന് ഭയങ്കര നൊമ്പലുണ്ട്. ആയിഷാട്ട് സക്കറാത്തിലെ നൊമ്പല വല്ലാത്ത നൊമ്പലായിട്ടേക്കിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആ നൊമ്പൽ അനുഭവിക്കണം. ആ നൊമ്പലത്തെ ഒരവസ്ഥയായിട്ടേക്കിട്ട് ഈ ബനു ഇസ്രായേൽക്കാർ വ്യക്തമായിട്ട് ചെന്ന് 90 വർഷമായിട്ടും കബറിൽ വെച്ചിട്ട് നക്ക് സക്കറാത്ത നൊമ്പല എന്തായിട്ടില്ല പോയി കിട്ടിയിട്ടില്ല, നീങ്ങി കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ഭയാനക്കായിരിക്കും മരണച്ചെല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മരണത്തെ സന്ദർഭത്തിൽ എളുപ്പമായ നിലക്ക് റൂഹ് പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിട്ട് നൊമ്പലല്ലാണ്ട് അല്ലാഹു തആല സലാമത്താക്കിയിട്ട് മരിക്കുമ്പോൾ കാമിലായ ഈമാനോട് കൂടെ മരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ മരണപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു